മലയോര ഹൈവേ കരാറുകാരുടെ പിക്കപ്പ് വാഹനം അപകടത്തിൽപ്പെട്ടു. മേരികുളത്തിനും മാട്ടുക്കട്ടയ്ക്കുമിടയിൽ വെച്ച് നിയന്ത്രണം വിട്ട പിക്കപ്പ് ട്രാൻസ്ഫോമറിന്റെ വേലി തകർത്ത് ഓടയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. മേരികുളത്ത് നിന്നും മാട്ടുക്കട്ടയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് തീപ്പെട്ടി ഫാക്ടറി റോഡിന്റെ ഭാഗത്ത് വെച്ച് നിയന്ത്രണം പിടിക്കുകയും വേളാങ്കണ്ണി ആശുപത്രിക്ക് എതിർവശത്തുള്ള ട്രാൻസ്ഫോമറിന്റെ വേലികൾ തകർത്ത് ഓടയ്ക്ക് മണ്ണെടുത്ത ഭാഗത്തേക്ക് പതിച്ചത്. മണ്ണിൽ താഴ്ന്നതിനാൽ വാഹനം നിൽക്കുകയും ചെയ്തു. അതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ വാഹനത്തിന്റെ ഗ്ലാസ് തെറിച്ചുപോയി. ട്രാൻസ്ഫോമറിന്റെ ഇരുമ്പ് വേലി പൂർണ്ണമായും തകർന്നു. ഓടയിലെ മണ്ണിൽ പൂഴ്ന്നു നിന്നില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടത്തിന് ഇത് കാരണമായേനെ. വേളാങ്കണ്ണി ആശുപത്രിക്ക് തൊട്ട് മുമ്പുള്ള ട്രാൻസ്ഫോമറിൻ്റെ അവിടെ, അതായത് നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ ഒച്ച കേട്ട് നമ്മൾ വന്നപ്പോൾ ഒരു പിക്കപ്പ് വാന് നമ്മുടെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ വേലിയിൽ ഇടിച്ച്, അതായത് ബ്രേക്ക് കിട്ടാതെ വേലിയിലിടിച്ച് ഇറങ്ങി ഇവിടെ അടുത്തുള്ള ഒരു കുഴിയിലേക്ക് പോയിരിക്കുകയാണ്. ആൾക്കാർക്ക് യാതൊരുവിധ അപകടങ്ങളും ഉണ്ടായിട്ടില്ല. വേറെ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ അത് വണ്ടി എടുത്ത് മാറ്റി ആൾക്കാരെ മാറിയിട്ടുമുണ്ട്. മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കരാറുകാരുടെ വാഹനം ചീറിപ്പായുന്നതിനാൽ മറ്റു വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണ്. കരാറുകാരുടെ വാഹനം തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്യുന്നതിനാൽ ഈ റൂട്ടിൽ ഗതാഗത കുരുക്കും പതിവായിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട വാഹനം അരമണിക്കൂറിനുള്ളിൽ കരാറുകാരുടെ JCB എത്തിച്ച് ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.